കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുരിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെഖീന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളായ പ്രേക്ഷകരെ, നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ കന്യകാ മറിയം പോർച്ചുഗലിലെ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് ലോകത്തിന് മുഴുവനും വളരെ ശക്തമായ രീതിയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുക. 1917 ജൂൺ മാസം 13 പരിശുദ്ധ അമ്മയുടെ രണ്ടാമത്തെ ദർശനം ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചതിനെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കാണുകയുണ്ടായി. ഈ ദർശനത്തിന് ശേഷം ലൂസി വളരെ അസ്വസ്ഥയായി കാണപ്പെട്ടു. അവളുടെ മനസ്സിൽ സംശയത്തിൻ്റെ ഒരു കരുനിഴൽ വീഴുകയാണ്. ഇതൊക്കെ സത്യമാണോ? ഈ പ്രത്യക്ഷപ്പെടുന്ന കന്യക ആരാണ് എന്ന് പല പ്രാവശ്യം ചോദിച്ചുവെങ്കിലും ഇതുവരെ അവൾ വെളിപ്പെടുത്തിയിട്ടില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് വരുന്നുവെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതാരാണ് എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. എന്നാൽ ഇവൾ നൽകുന്ന സന്ദേശങ്ങൾ വളരെ പ്രസക്തമാണെന്നറിയാം. എങ്കിലും ഈ സന്ദേശങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ പലരും നിന്ദിക്കുന്നു, അവഹേളിക്കുന്നു. ഇപ്രകാരം ലൂസി ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാവുകയാണ്. ഇത് വിശ്വസിക്കണമോ വേണ്ടയോ? ഒരു ഭാഗത്ത് മറ്റുള്ളവരിൽ നിന്നുള്ള നിന്ദനങ്ങൾ, മറുഭാഗത്ത് സംശയം. അതുകൊണ്ട് ഇനി ഇതിലേക്കൊന്നും പോകണ്ട എന്ന രീതിയിൽ അവൾ വീണ്ടും തീരുമാനിക്കുന്നു. എന്നാൽ 1917 ജൂലൈ മാസം 13 ആയപ്പോഴേക്കും ലൂസിയിൽ നിന്ന് ഈ സംശയങ്ങളെല്ലാം ഓടി മറയുകയാണ്. എല്ലാ മാസവും 13 ഈ ഫാത്തിമയിലെ ഈ കുന്നിൻ മുകളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് എത്തുവാൻ ഈ കുഞ്ഞുങ്ങളോട് സ്വർഗത്തിലെ ഈ കന്യക ആവശ്യപ്പെട്ടിരിക്കുക. ജൂലൈ മാസം 13 അവൾ എഴുന്നേറ്റ് വളരെ ഉന്മേഷവതയായി അവൾ കാണപ്പെട്ടു. ഒരു പ്രത്യേക ദൈവീക ശക്തി അവളിൽ നിറഞ്ഞിരിക്കുന്നതായിട്ട് അവൾ അനുഭവപ്പെട്ടു. ഉടനെ അവൾ മറ്റ് 2 കുട്ടികളെയും കൂട്ടി, ഫ്രാൻസിസ്കോയെയും ജസീന്തയെയും കൂട്ടി അമ്മ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ 3ാമത്തെ ദർശനം ഈ 3 കുഞ്ഞുങ്ങൾക്കും ലഭിക്കുകയാണ്. ഇവരുടെ കൂടെ ആ സമയത്ത് അനേകം വ്യക്തികളുണ്ട്. ഈ സമയത്ത് ഈ വാർത്ത പോർച്ചുഗൽ മുഴുവൻ പരന്നു. പ്രകാരം ഒരു പ്രത്യേക ദൈവാനുഭവം ഇവിടെ ഉണ്ടാകുന്നുണ്ടെന്നും ഈ കുഞ്ഞുങ്ങൾക്ക് ഏതോ ഒരു സ്ത്രീ, സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീ സന്ദേശം നൽകുന്നുണ്ട് എന്നുള്ള വാർത്തയൊക്കെ പറഞ്ഞു. അപ്പോൾ ജനങ്ങൾ ഇത് പരിശുദ്ധ കന്യക തന്നെ ആയിരിക്കും, പരിശുദ്ധ കന്യകാമറിയം തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിക്കുകയും ചെയ്തു. ആകാംക്ഷാഭരിതരായി ജനങ്ങൾ അവിടെ ഒന്നിച്ചു കൂടുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ സമയത്ത് 1917 ജൂലൈ മാസം 13 ഒരു ചാരനിറത്തിലുള്ള മേഘപാളി ആ മരത്തിന് ചുറ്റും പരന്നിരിക്കുന്നതായി കണ്ടുവെന്നാണ് ജനങ്ങൾ പറയുക. അതോടൊപ്പം തന്നെ സൂര്യൻ്റെ പ്രകാശം ഒരുപാട് മങ്ങിയിരുന്നുവെന്നും, ജൂലൈ മാസം പോർച്ചുഗലിലൊക്കെ വേനൽക്കാലമാണ്. നമുക്കിവിടെ ഏപ്രിൽ മെയ് ആണ് വേനൽക്കാലം. എന്നാൽ പോർച്ചുഗലിൽ അത് അവരുടെ വേനൽക്കാലം ആ സമയത്താണ്. അപ്പോൾ വേനൽക്കാലമായിരുന്നു, കൊടും ചൂടായിരുന്നിട്ടും ആ പ്രദേശം മുഴുവനും തണുത്ത ഒരു കാറ്റ്
ആ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടേണ്ട സമയത്ത് വീശിക്കൊണ്ടിരുന്നു എന്നും ഫ്രാൻസിസ്കോയുടെയും ജസീന്തയുടെയും പിതാവ് മാർത്തോ പറയുകയുണ്ടായി. ഇവരൊക്കെ ഇതിന് ദൃക്സാക്ഷികളാണ്. ആ സമയത്ത് ഇപ്രകാരം അന്തരീക്ഷത്തിൽ ചില പ്രത്യേകതകളൊക്കെ ജനങ്ങൾക്ക് കാണുവാൻ സാധിച്ച ആ നിമിഷത്തിൽ പരിശുദ്ധ അമ്മ ഈ കരുവേല മരത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെടുകയും ഈ കുഞ്ഞുങ്ങൾക്ക് മൂന്നാമത്തെ ദർശനം നൽകുകയും ചെയ്തു. ഈ ദർശനത്തിലാണ് ലോകം മുഴുവനും ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന ഫാത്തിമയിലെ 3 രഹസ്യങ്ങൾ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുക്കുക. ഇന്ന് ലോകത്തുള്ള നമ്മളെല്ലാവരും ഈ 3 രഹസ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 3 രഹസ്യങ്ങൾ പരിശുദ്ധ അമ്മ 1917 ജൂലൈ 13 ഈ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ലോകത്ത് ഫാത്തിമയിലെ 3 രഹസ്യങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്താണ് ഈ 3 രഹസ്യങ്ങൾ? ഇതിൻ്റെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് പരിശുദ്ധയമ്മ പറഞ്ഞ ഈ 3 കാര്യങ്ങളെ രഹസ്യങ്ങളെന്ന് അറിയപ്പെടുക? ഫാത്തിമയിലെ രഹസ്യങ്ങളെന്ന് ഇവയെ വിളിക്കാനുള്ള കാരണം എന്താണ്? ഇനി ആദ്യത്തെ 2 രഹസ്യങ്ങൾ നേരത്തെ തന്നെ ലൂസി വെളിപ്പെടുത്തിയെങ്കിലും എന്തുകൊണ്ട് മൂന്നാമത്തെ രഹസ്യം ലൂസി വെളിപ്പെടുത്താതെ രഹസ്യമായി തന്നെ സൂക്ഷിച്ചുവെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. വീണ്ടും സഭയ്ക്ക് അത് വെളിപ്പെടുത്തിയതിന് ശേഷം എന്തുകൊണ്ട് സഭാ നേതൃത്വം ഫാത്തിമയിലെ മൂന്നാമത്തെ രഹസ്യം 2000 ആണ്ട് വരെ വത്തിക്കാനിൽ ലോകത്തിന് വെളിപ്പെടുത്താതെ രഹസ്യമായി സൂക്ഷിച്ചുവെന്നുമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഇപ്രകാരം ഫാത്തിമ രഹസ്യങ്ങളെ ചുറ്റിപ്പറ്റി നിരവധിയായ ചോദ്യങ്ങൾ ഇന്ന് ലോകത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വരുന്ന എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ഈ രഹസ്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ പരിശ്രമിക്കും. ജൂലൈ മാസം 13 പരിശുദ്ധയമ്മ നൽകിയ ദർശനത്തിൽ അമ്മയുടെ സന്ദേശങ്ങൾ അതിനു മുമ്പ് നൽകിയ ജൂൺ മാസത്തെ ദർശനത്തിൽ നിന്നും മെയ് മാസത്തെ ദർശനത്തിൽ നിന്നും ലഭിച്ച സന്ദേശങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. ജൂലൈ മാസത്തിലെ സന്ദേശത്തിൽ പരിശുദ്ധയമ്മ ഇപ്രകാരം പറഞ്ഞു. ആ സമയത്ത് 1-ാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. ജനങ്ങളെല്ലാം, പ്രത്യേകിച്ച് പോർച്ചുഗലിലെ ജനങ്ങളെല്ലാം ലോകമഹായുദ്ധത്തിൻ്റെ കെടുതിയിൽപ്പെട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. ആ സമയത്ത് പരിശുദ്ധയമ്മ ഇപ്രകാരം പറഞ്ഞു. അവർക്ക് ആശ്വാസമായി യുദ്ധം ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവസാനിക്കും. യുദ്ധം അവസാനിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ യുദ്ധം അവസാനിക്കുമെങ്കിലും ദൈവത്തെ വേദനിപ്പിക്കുന്നതിൽ നിന്ന് ഓരോ മനുഷ്യനും പിന്തിരിയുന്നില്ലെങ്കിൽ ഇതിലും ക്രൂരമായ കഠോരമായ മറ്റൊരു യുദ്ധം ലോകത്തുണ്ടാകും. അതോടൊപ്പം തന്നെ പട്ടിണിയും ദാരിദ്ര്യവും ലോകത്ത് വ്യാപരിക്കും. ഇതുപോലെ ലോകത്തുണ്ടാകാൻ പോകുന്ന വളരെ ഭീകരമായ ചില അവസ്ഥയെക്കുറിച്ചും പരിശുദ്ധ അമ്മ അന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. ഇത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ പരിശുദ്ധയമ്മ പറഞ്ഞു കൊടുത്തൊരു കാര്യം ഇപ്രകാരമാണ്. നമ്മൾ ഫാത്തിമയിൽ പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിച്ച സന്ദേശങ്ങൾ ഗൗരവമായിട്ട് എടുക്കണം. ഈ സന്ദേശങ്ങളുടെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ മനുഷ്യനും വ്യക്തിപരമായി പാപത്തിൽ നിന്നും അകന്നു നിൽക്കുകയും മാനസാന്തരത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരികയും ചെയ്യണം. മനുഷ്യൻ മനസ്സു തിരിഞ്ഞില്ലെങ്കിൽ, ദൈവത്തെ വേദനിപ്പിക്കുന്ന പാപബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വന്നില്ലെങ്കിൽ ഇതുവരെ ലോകം അനുഭവിക്കാത്ത, കണ്ടിട്ടില്ലാത്ത ഭീകരമായ ചില അവസ്ഥകളിലൂടെ ഈ ലോകം കടന്നു പോകേണ്ടി വരുമെന്നും അതിൻ്റെ കെടുതികൾ നമുക്ക് ഏറ്റെടുക്കേണ്ടി വരുമെന്നുമുള്ള ശക്തമായ സന്ദേശമാണ് പരിശുദ്ധ അമ്മ ജൂലൈ മാസം 13 ഫാത്തിമയിൽ നൽകിയത്. ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മ കഴിഞ്ഞ മാസം ജൂൺ മാസത്തിൽ പറഞ്ഞു കൊടുത്ത തൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തിയുടെ
പ്രാധാന്യം ഒരിക്കൽ കൂടി ഏറ്റുപറഞ്ഞ് ആ മക്കളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ഭക്തി പ്രചരിപ്പിക്കണമെന്ന് പഠിപ്പിച്ചു. പരിശുദ്ധ അമ്മ ജൂൺ മാസത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലൂസി ഇവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞിരുന്നു, ജസീന്തയെയും ഫ്രാൻസിസ്കോയെയും അധികം താമസിയാതെ ഞാൻ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. എന്നാൽ ലൂസി എൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കുറേ കാലം കൂടെ ഈ ലോകത്ത് ജീവിക്കണം. പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർത്തു, എൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ഈ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുവാൻ എൻ്റെ പുത്രൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ലോകം മുഴുവൻ പ്രചരിക്കണം എന്നുള്ളത് പുത്രനായ ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് ലൂസിയെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന ഒരു ഉപകരണമായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വളരെ വ്യക്തമായി പരിശുദ്ധ അമ്മ തൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തിയും തൻ്റെ വിമല ഹൃദയത്തോട് ഭക്തി ഉണ്ടായിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യമൊക്കെ ഈ ദർശനത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദർശനത്തിൻ്റെ ഈ പൊരുൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ ചിന്തിക്കുന്ന ഇപ്രകാരമാണ്, നമ്മളൊക്കെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുടുംബത്തെ, മാതാപിതാക്കളെ, സഭയെ, സമൂഹത്തെ, കൂട്ടായ്മകളെ, നമുക്കുള്ള സർവ്വതും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ എന്ന് ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കണം. ഇനി ഇല്ല എങ്കിൽ സമയം വൈകിയിരിക്കുന്നു. ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കണമെന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഓഗസ്റ്റ് മാസം 15-ാം തീയതി സ്വർഗാരോഹണ തിരുനാൾ ദിവസം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി അനേകർ വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് പഠിപ്പിച്ച 33 ദിവസത്തെ നൊവേന ചൊല്ലി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകം മുഴുവനും കൂട്ടായ്മയായി 33 ദിവസം വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് പഠിപ്പിച്ച നൊവേന ചൊല്ലി ഓരോ ദിവസവും ഒരുങ്ങി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഒരു വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും തങ്ങളെ തന്നെ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് പ്രതിഷ്ഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ഈ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യമാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ച് സുരക്ഷിതരായിരിക്കുക എന്നുള്ളത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ്. ഫ്രാൻസിസ്കോയെയും ജസീന്തയെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഞാനിവിടെ തനിച്ചാകില്ല എന്ന് ലൂസി മാതാവിനോട് ചോദിക്കുന്നു. അപ്പോൾ പരിശുദ്ധമ്മ പറയുന്നത് ഇപ്രകാരമാ, മകളെ, ഇല്ല, നീ തനിച്ചല്ല. ജസീന്തയും ഫ്രാൻസിസ്കോയും സ്വർഗത്തിലേക്ക് പോകുന്നത് ഓർത്ത് നീ വിഷമിക്കരുത്, ദുഃഖിക്കരുത്, ഭയപ്പെടരുത്. നീ എൻ്റെ വിമല ഹൃദയത്തിൽ ആശ്രയിക്കുക. എൻ്റെ വിമല ഹൃദയമായിരിക്കും നിനക്ക് സങ്കേതവും സ്വർഗത്തിലേക്കുള്ള പാതയുമെന്ന്. പ്രിയമുള്ളവരെ, എത്ര ശക്തമാണ് ആ സന്ദേശം. നീ തനിച്ചല്ല, എൻ്റെ വിമല ഹൃദയമായിരിക്കും നിന്റെ സങ്കേതം, സ്വർഗത്തിലേക്കുള്ള പാത, യേശുവിലേക്കുള്ള വഴി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെയാണ് എന്ന് അമ്മ ഫാത്തിമയിലെ 3-ാം ദർശനത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഇനി പ്രിയമുള്ളവരെ, മറ്റൊരു സത്യം കൂടി നമ്മൾ തിരിച്ചറിയണം. നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ നിന്ന് വേർപെടേണ്ടവരാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കടന്നു ചെല്ലേണ്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവം സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നാം അതീവ ദുഃഖിതരായി വേദനിക്കരുത്. എല്ലാം അവസാനിച്ചുവെന്ന് കരുതരുത്. ഫ്രാൻസിസ്കോയെയും ജസീന്തയെയും കൊച്ചുനാളിൽ തന്നെ പരിശുദ്ധ അമ്മ കൂട്ടിക്കൊണ്ടുപോയി നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഇപ്രകാരമാ, നമ്മളൊക്കെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായി മാറേണ്ടവരാ.
അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വേർപെട്ടു പോകുമ്പോൾ അവർ ദൈവകരങ്ങളിൽ സുരക്ഷിതരാണ് എന്ന ആ ബോധ്യം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുന്നതിന് മുൻപ് ഒരുപക്ഷെ ശുദ്ധീകരണ സ്ഥലത്തിൽ അവർ ശുദ്ധീകരിക്കപ്പെടുന്ന ദിവസങ്ങളുണ്ടാകാം, നാളുകളുണ്ടാകാം. ഈ സമയത്ത് നമ്മൾ അവരെ ഓർത്ത് വേദനിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ ജത്രൂഡിൻ്റെ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥനയും ഒക്കെ ചൊല്ലി നമ്മുടെ വേർപെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ച് അവരെ സഹായിക്കണമെന്ന ഒരു തിരിച്ചറിവ് കൂടി നമുക്ക് ലഭിക്കുകയാണ്. ഇപ്രകാരം പരിശുദ്ധ അമ്മ വിമല ഹൃദയത്തിൻ്റെ പ്രതിഷ്ഠയെക്കുറിച്ചും വിമല ഹൃദയത്തിൻ്റെ ഭക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷം തൻ്റെ കരങ്ങൾ വിരിച്ച് വലിയൊരു പ്രകാശ കിരണങ്ങൾ ഈ മക്കളിലേക്ക് അയക്കുന്നതായിട്ട് മക്കൾ അനുഭവിച്ചു. അപ്പോൾ ലൂസി പറയുന്നത് ഇപ്രകാരമാ, പരിശുദ്ധ അമ്മയുടെ പ്രകാശ കിരണങ്ങൾ അമ്മയുടെ കരങ്ങളിൽ നിന്ന് തങ്ങളിലേക്ക് പതിച്ചപ്പോൾ സ്വർഗത്തിൽ തന്നെ ഞങ്ങളായിരിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്കുണ്ടായത് എന്ന്. ആ പ്രത്യക്ഷപ്പെടലിൽ മറ്റൊരു കാര്യം കൂടി ലൂസിയും ഈ കുഞ്ഞുങ്ങളും ശ്രദ്ധിച്ചു. അതിപ്രകാരമാണ്, പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിന് ചുറ്റും ഒരു മുൾ വലയം ചെയ്തിരിക്കുന്നതായിട്ട് അവർ ഇത് കണ്ടു. അമ്മയുടെ ഒരു ഹൃദയത്തിന് ചുറ്റും മുള്ള് വലയം ചെയ്തിരിക്കുകയും ആ മുള്ള് അമ്മയുടെ ഹൃദയത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ദർശനവും അവർക്ക് ലഭിച്ചു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെന്തായിരിക്കുമെന്ന് ലൂസിയും മറ്റു കുഞ്ഞുങ്ങളൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവർക്കുള്ളിൽ ഇപ്രകാരം ഒരു പ്രേരണ ലഭിച്ചു. മനുഷ്യൻ ഘോരമായി പാപം ചെയ്ത് യേശുക്രിസ്തുവിനെ വേദനിക്കുന്നത് കണ്ട് പരിഹാരം ആഗ്രഹിക്കുന്ന ഒരു ഹൃദയവുമായ പരിശുദ്ധ അമ്മ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു എന്നൊരു പ്രേരണ ഇവർക്ക് ലഭിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിന് ചുറ്റും മുൾക്കിരീടം വെച്ചുകൊണ്ട് മുള്ളമ്മയുടെ ഹൃദയത്തിലേക്ക് തറച്ചു കയറി വേദനിക്കുന്ന അവസ്ഥയിൽ അവർ കണ്ട ദർശനത്തിൻ്റെ പൊരുൾ ഇപ്രകാരമാണെന്ന് പ്രേരണ അവർക്കുള്ളിൽ നിന്ന് ലഭിച്ചു. മനുഷ്യൻ യേശുക്രിസ്തുവിനെ ക്രൂരമായി വേദനിപ്പിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നതിന് പരിഹാരം ചെയ്യാൻ പരിശുദ്ധ അമ്മ ഈ ലോകത്ത് മക്കളെ അന്വേഷിക്കുകയാണ്. പരിഹാരം ആഗ്രഹിക്കുന്ന അമ്മയുടെ ഹൃദയമാണ് അവർ ആ നിമിഷം കാണുക. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഫാത്തിമയിലെ ദർശനത്തിലൂടെ മറ്റൊരു സന്ദേശം നമുക്ക് ലഭിക്കുന്നത് ഇപ്രകാരമാണ്: ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിഹാരം ചെയ്യണം. യേശുക്രിസ്തുവിൻ്റെ ഹൃദയം വേദനിക്കുമ്പോൾ, അവൻ നിന്ദിക്കപ്പെടുമ്പോൾ, അവൻ അവഹേളിക്കപ്പെടുമ്പോൾ, നമ്മളെല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലും മുള്ളുകൾ തറച്ചു കയറുന്നതിന് അനുഭവമാണ് ഉണ്ടാകുന്നതെന്നും അതുകൊണ്ട് പരിഹാരം ആഗ്രഹിക്കുന്ന ഒരു ഹൃദയവുമായ പരിശുദ്ധ അമ്മ നമ്മുടെ മുൻപിൽ നിൽക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് നമ്മളാകുന്ന രീതിയിൽ, സാധിക്കുന്ന രീതിയിൽ കൊച്ചു കൊച്ചു ത്യാഗങ്ങളാണെങ്കിലും അത് ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി യേശുക്രിസ്തുവിനെതിരായി ലോകം മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്ന സകല പാപങ്ങൾക്കും പരിഹാരം ചെയ്യുവാനുള്ള ഒരു വിളി കൂടിയാണ് ഫാത്തിമയിലെ മൂന്നാമത്തെ ദർശനത്തിൽ നമുക്ക് ലഭിക്കുക. ജൂലൈ മാസത്തിലെ ഈ ദർശനത്തിൽ പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ ഒരു ദൈവീക രഹസ്യം 3 ഭാഗങ്ങളായി ഈ കുഞ്ഞുങ്ങൾക്ക് നൽകിയെന്നാണ് പറയപ്പെടുന്നത്. ഒരു വലിയ രഹസ്യം അത് 3 ഭാഗങ്ങളായി പരിശുദ്ധ അമ്മ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. എന്നാൽ ഇത് 3 വ്യത്യസ്ത രഹസ്യങ്ങളായും ചിലർ ചിത്രീകരിക്കുന്നുണ്ട്. 3 വ്യത്യസ്ത രഹസ്യങ്ങൾ: ഫാത്തിമയുടെ 1-ാം രഹസ്യം, ഫാത്തിമയിലെ 2-ാം രഹസ്യം, ഫാത്തിമയിലെ 3-ാം രഹസ്യം. അങ്ങനെ വ്യത്യസ്ത രഹസ്യങ്ങളായും ചിലർ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ രഹസ്യങ്ങളെ 3 രഹസ്യങ്ങളായിട്ടാണ് മനസ്സിലാക്കാൻ പരിശ്രമിക്കുക. ഫാത്തിമയുടെ 1-ാം രഹസ്യം, 2-ാം രഹസ്യം, 3-ാം രഹസ്യമെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നീട് ഈ കുട്ടി ലൂസി കർമ്മലീത്ത മഠത്തിൽ ചേരുകയും ഒരു കർമ്മലീത്ത സന്യാസിനിയായി മാറുകയും ചെയ്തു. അവളുടെ ജീവിതത്തിൽ വ്യത്യസ്ത സമയങ്ങളിൽ പരിശുദ്ധയമ്മ വീണ്ടും അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു, സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഇപ്രകാരം
1941 ഓഗസ്റ്റ് മാസം 31 കർമ്മലീത്ത സന്യാസിനിയായി മാറിയ ലൂസി, ഇപ്പോൾ സിസ്റ്റർ ലൂസി, ഫാത്തിമയിൽ 3-ാം ദർശനത്തിൽ ലഭിച്ച 3 രഹസ്യങ്ങളുടെ ആദ്യത്തെ 2 രഹസ്യങ്ങൾ എഴുതി ലോകത്തിന് നൽകി. ഇപ്രകാരം 1941 ഓഗസ്റ്റ് 31 ലൂസി 1-ാം രഹസ്യവും 2-ാം രഹസ്യവും എഴുതി ലോകത്തിന് നൽകുക. എന്നാൽ അന്ന് 3-ാം രഹസ്യം ലൂസി എഴുതി നൽകിയില്ല, അവളത് വെളിപ്പെടുത്തിയില്ല. പിന്നീട് സ്ഥലത്തെ മെത്രാന്റെ പ്രത്യേകം ആവശ്യപ്രകാരം 1944 ജനുവരി മാസം 3-ാം തീയതി ഒരു പ്രത്യേക മാനുസ്ക്രിപ്റ്റായി ലൂസി അത് എഴുതി സ്ഥലത്തെ മെത്രാനെ ഏൽപ്പിക്കുകയാണ്. സ്ഥലത്തെ മെത്രാൻ അത് സീൽ ചെയ്ത് ഒരു എൻവലപ്പിൽ വെച്ച് സീൽ ചെയ്ത് അത് സൂക്ഷിച്ചു. ഇനി സീൽ ചെയ്ത ആ എൻവലപ്പിൻ്റെ മുകളിൽ ലൂസി ഇപ്രകാരം എഴുതുകയുണ്ടായി: 1960 ശേഷമേ ഈ രഹസ്യം വായിക്കാൻ പാടുള്ളൂവെന്നും ഈ എൻവലപ്പ് തുറക്കുവാൻ ലിസ്ബണിലെ പേട്രിയാർക്കിനും സ്ഥലത്തെ മെത്രാനും മാത്രമേ അനുവാദമുള്ളൂവെന്നും ലൂസി എഴുതി വെച്ചു. 1944 അവൾ എഴുതി വെക്കുക. ഇനി 1960 ശേഷമേ ഇത് തുറക്കാൻ പാടുള്ളൂവെന്ന് അവൾ പറയുകയാണ്. പിന്നീട് സഭ ഇപ്രകാരം ഓർത്തു, എന്തുകൊണ്ടാണ് 1960 ശേഷമേ അത് തുറക്കാൻ പാടുള്ളൂവെന്ന് ലൂസി പറയുക? വർഷങ്ങൾക്ക് ശേഷം ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയായിരുന്ന നാളിൽ അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, വത്തിക്കാനിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന കാർഡിനൽ ബെർത്തോനെ ലൂസിയോട് ഇപ്രകാരം ചോദിച്ചു, എന്തുകൊണ്ടാണ് 1960 ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്? ഇത് പരിശുദ്ധ അമ്മയാണോ ഈ ഡേറ്റ് നൽകിയത്? അപ്പോൾ ലൂസി പറഞ്ഞു, ഇത് പരിശുദ്ധ അമ്മ നൽകിയതല്ല, ഇത് ഞാൻ തന്നെ നൽകിയ ഒരു ഡേറ്റാണ്. കാരണം 1960 ശേഷമേ ഈ രഹസ്യം ലോകത്തിന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനു മുമ്പ് തുറന്നാൽ ഇത് ലോകത്തിന് മനസ്സിലാവുകയില്ല. എന്നിട്ട് ലൂസി കൂട്ടിച്ചേർത്തു, ഞാൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഞാൻ ഇതാ നൽകിയിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ വിശുദ്ധീകരണം നൽകേണ്ടത് മാർപ്പാപ്പയാണ്. മാർപ്പാപ്പയ്ക്ക് മാത്രമേ 3-ാം രഹസ്യം ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഇതാ ഞാൻ എഴുതി വച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, പിന്നീട് സ്ഥലത്തെ മെത്രാൻ 1957 ഈ 3-ാം രഹസ്യം സീൽ ചെയ്തിരുന്ന എൻവലപ്പ് വത്തിക്കാനിലെ ഒരു സീക്രട്ട് ആർക്കൈവ്സിലേക്ക് മാറ്റുകയും പിന്നീട് 2000 യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ മഹാജൂബിലി ആഘോഷിക്കുന്ന 2000 അന്നത്തെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ഫാത്തിമയുടെ 3-ാം രഹസ്യം ലോകത്തിന് വെളിപ്പെടുത്തുകയുണ്ടായി. ഇത് എപ്പോഴാണ് ഈ രഹസ്യം ലോകത്തിന് വെളിപ്പെടുത്തിയത്? 2000 മെയ് മാസം 13-ാം തീയതി ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ ജസീന്തയെയും ഫ്രാൻസിസ്കോയെയും ജോൺ പോൾ 2 മാർപ്പാപ്പ എവിടെയാണോ പരിശുദ്ധയമ്മ ഇവർക്ക് ദർശനം നൽകിയത് ആ സ്ഥലത്ത് കടന്നു എന്ന്, ഫാത്തിമയിൽ കടന്നു എന്ന് വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. ജസീന്തയെയും ഫ്രാൻസിസ്കോയെയും പരിശുദ്ധയമ്മ നേരത്തെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് നമുക്കറിയാം. ജോൺ പോൾ 2 മാർപ്പാപ്പ അന്ന് അവരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ച ആ അവസരത്തിൽ 2000 മെയ് മാസം 13-ാം തീയതി ഫാത്തിമയുടെ 3-ാം രഹസ്യം ജോൺ പോൾ 2 മാർപ്പാപ്പ ലോകത്തിന് വെളിപ്പെടുത്തുകയുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഈ രഹസ്യങ്ങളെക്കുറിച്ച് വിശദമായി നമുക്ക് കാണുവാനായിട്ട് പരിശ്രമിക്കാം. പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഒരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിന് ചുറ്റും മുള്ളുകളാ വലയം ചെയ്ത് ആ മുള്ളമ്മയുടെ ഹൃദയത്തെ ഞെരുക്കുന്ന രീതിയിലുള്ള ദർശനം മക്കൾക്ക് ലഭിച്ചപ്പോൾ അവർക്ക് ലഭിച്ച ജ്ഞാനം ഇപ്രകാരമല്ലേ? പരിഹാരം ആഗ്രഹിക്കുന്ന ഒരു ഹൃദയമായാണ് അമ്മ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അനുദിന ജീവിതത്തിൽ ലോകത്ത് എൻ്റെ പാപങ്ങൾക്കും മറ്റുള്ളവരുടെ പാപങ്ങൾക്കും പരിഹാരം ചെയ്ത് ദൈവത്തെ ആശ്വസിപ്പിക്കുവാനുള്ള കൃപ
നമുക്കെല്ലാവർക്കും നൽകണമേ എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ രണ്ടാമൻ മാർപ്പാപ്പയോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ്. ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങളെല്ലാവരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.